ഹായ്, എല്ലാവർക്കും ഫുഡ് ഫെറിയ ഇൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ബീട്രൂട്ട് കൊണ്ടുള്ളൊരു സൈഡ് ഡിഷാണ്. അപ്പം നമ്മളത് ചോറിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പം നമ്മൾ സാധാരണ ബീട്രൂട്ട് കൊണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ സാധാരണ മെഴുക്ക് പുരട്ടിയിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 200 ഗ്രാമോളം ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബീട്രൂട്ട് വളരെ കനം കുറച്ച് പീസാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ റൗണ്ടിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയ ബീട്രൂട്ടാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തെടുത്തത്. ഏകദേശം ഒരു ക്യാരറ്റിൻ്റെയൊക്കെ വണ്ണുള്ളത്. അപ്പം അങ്ങനെ ആകുമ്പോഴേ ഇങ്ങനത്തെ റൗണ്ടിലുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ഇതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വലിയ ബീട്രൂട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. എന്നാലേ അത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നുറുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കനം കുറച്ച് നുറുക്കിയെടുക്കണം. അപ്പോഴേ ഇതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല കട്ടിയിൽ നമ്മൾ മുറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നല്ല കനം കുറച്ചിട്ട് നുറുക്കിയെടുക്കണം. ഇനി നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് നന്നായി പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ കറിവേപ്പിലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം. ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ജീരകമാണ്, ചെറിയ ജീരകം. ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 5-6 ചെറിയ വെളുത്തുള്ളി ചെറിയതായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വഴറ്റുക. ഇനി ഇതിലേക്ക് വേണ്ടത് സവോളയാണ്. അപ്പോൾ ഒരു സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 200 ഗ്രാം ബീട്രൂട്ടാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോളയാണ്. അതിങ്ങനെ കനം കുറച്ച് പീസായിട്ട് നുറുക്കിയിട്ടുള്ളതാണ്. അതിങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ടാണ് ഞാൻ നുറുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ക്യൂബ്സ് ആക്കി ഇങ്ങനെ നുറുക്കിയത്. എന്നിട്ടിത് നന്നായിട്ട് ഇതും വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ സവോള നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിൻ്റെ മുന്നത്തെ ഒരു സ്റ്റേജ് മതി. അപ്പോൾ സവോള ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളും കൂടെ ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മുടെ ബീട്രൂട്ട് ജസ്റ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട. വെള്ളം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്ത് കുഴഞ്ഞു പോവും. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സവോള വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ തക്കാളിയും കൂടെ ചേർക്കാവുന്നതാണ്. തക്കാളിയുടെ പുളി ഇഷ്ടമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ തക്കാളിയും കൂടെ ചെറുതായി നുറുക്കിയിട്ട് ഇതിൽ വഴറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ തക്കാളി ചേർത്തിട്ടില്ല. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു പുളിയുള്ള ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നുറുക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ലോ ഫ്ലെയിമിലാക്കണം, മറക്കരുത്. ലോ ഫ്ലെയിം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും, നമ്മുടെ ബീട്രൂട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ ഞാനിത് കുക്കറിലിട്ട് ബീട്രൂട്ട് വേവിച്ചിരുന്നു. പക്ഷേ അപ്പോൾ കുക്കറിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് വളരെ വെന്തിട്ട് ഇങ്ങോട്ട് കുഴഞ്ഞു പോവുകയാണ്. അപ്പം ഇങ്ങനെയാണ് നല്ലത്. അപ്പോൾ ഞാൻ അടച്ചു വെച്ചു. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതൊന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഒന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലിങ്ങനെ പിടിക്കും. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ അത് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ കറിവേപ്പില ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നല്ല ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുപോലെ തന്നെ ഒരു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാവരും കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ ബീട്രൂട്ട് കൊണ്ടുള്ള നമ്മുടെ ഈ സൈഡ് ഡിഷ് എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ഒരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.